സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് BJP സംഘപരിവാറിനെ എതിർക്കാൻ കഴിയില്ല. അങ്ങനെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി BJP സംഘപരിവാറിനെ എതിർത്താൽ കേന്ദ്രം ഭരിക്കുന്ന BJP സംഘപരിവാർ സർക്കാർ മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ അടപ്പ് തെറിപ്പിക്കും. അതിനുള്ള എല്ലാ കുരുക്കുകളും അവരുടെ കയ്യിലുണ്ട്. ചമ്പരിക്ക കാളി അടക്കം ഒരുപാട് പൈസയുമായിട്ടുള്ള തട്ടിപ്പുകൾ, ഒരുപാട് വിഷയങ്ങൾ ആ ഒരു കടിഞ്ഞാൺ BJP സംഘപരിവാറിന്റെ കയ്യിലാണ്. അതിങ്ങനെ പിടിക്കുകയാണ് അവര്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് BJP സംഘപരിവാറിനെ എതിർക്കാൻ കഴിയില്ല. BJP സംഘപരിവാർ കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അതിന് അനുകൂലമായിട്ട് സംസാരിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ബാബരി മസ്ജിദ് പൊളിച്ച കേസിലെ പ്രധാന പ്രതികളെ സുപ്രീം കോടതി വെറുതെ വിട്ടപ്പോൾ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായ ഹൈദരലി തങ്ങൾ പറഞ്ഞതെന്താ? സ്വാഗതാർഹമാണ്, സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ് എന്ന് ഏതൊരു മുസ്ലിമിന് പറയാൻ പറ്റും? ബാബരി മസ്ജിദ് പൊളിച്ച കേസിലെ പ്രതികളെ വെറുതെ വിട്ട സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ് എന്ന് പറയാൻ ഏതൊരു മുസ്ലിമിന് കഴിയും? അതേപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ചെയ്യുന്ന പരിപാടികൾ, എന്തു പറയാ, രാജേഷിനെ പോയി സമരപന്തലിൽ പോയി കാണുന്നതും, അതുപോലെ സ്വാമിയെ പോയി സ്റ്റേജിൽ പോയി കെട്ടിപ്പിടിക്കുന്നതും, ബാബ രാംദേവിനെ കെട്ടിപ്പിടിക്കുന്നതും, അതുപോലെ KM ഷാജി പറഞ്ഞല്ലോ എന്ത് ഗുജറാത്ത് കലാപം അത് നരേന്ദ്രമോദി അല്ല ചെയ്തത്. നരേന്ദ്രമോദിയുടെ കുറിയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പരാമർശിച്ച ആള്. അതേപോലെ ഖമറുന്നീസ അൻവർ BJP സംഘപരിവാറിന്റെ അതായത് മുസ്ലിങ്ങളെ കൊന്ന കേസുകൾ നടത്താൻ വേണ്ടി ഫണ്ട് സ്വരൂപിക്കുമ്പം അതിന് ഉദ്ഘാടനം ചെയ്യുന്നത് ഖമറുന്നീസ അൻവറാണ്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ തഴുകി തലോടി തലയിലേറ്റ് നടക്കുന്ന പ്രവണത മുസ്ലിം ലീഗ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് BJP സംഘപരിവാറിനെ ഒരു നിലക്കും എതിർക്കാൻ കഴിയില്ല. എതിർത്താൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പലരും സെൻട്രൽ ജയിലിൻ്റെ അകത്താകും, ഉറപ്പാണ്. മനസ്സിലായോ? അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഈ തങ്ങൾ പറയുന്ന വിഷയങ്ങളൊക്കെ. അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും എന്ത്? ബാബരി മസ്ജിദ് എന്നൊരു പള്ളി തകർത്തിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വിഗ്രഹം വെച്ച് പൂജിച്ചാൽ ഏത് ദൈവമാണ് കടാക്ഷിക്കുക? ഏത് ദൈവമാണ്? ദൈവത്തിനെ ആരാധിക്കണമെങ്കിൽ ആ ഭൂമി പവിത്രമാവണ്ടേ? ഒരു പാവപ്പെട്ട ജനങ്ങളുടെ ഒരു പള്ളി തകർത്തിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു വിഗ്രഹം കൊണ്ടുവച്ചാൽ ഏത് ദൈവമാണ് അവരുടെ വിളിക്ക് ഉത്തരം നൽകുക? ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി സംഘപരിവാറിന് ഇല്ലാതെ പോയതല്ല. അവരുടെ ലക്ഷ്യം അമ്പലവോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസമല്ല. അവരുടെ ലക്ഷ്യം അടുത്ത തെരഞ്ഞെടുപ്പിലെ വോട്ടാണ്. അതിന് ഏത് നാറിയ കളികളും അവർ കളിക്കും. അതിന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാവിധ ഒത്താശകളും ചെയ്യാണ്. കാരണം മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പാണ്. നരേന്ദ്രമോദിയും അമിത്ഷയും കണ്ണുരുട്ടി കാണിക്കുകയാണ്, മുസ്ലിം ലീഗിനെ പേടിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിന് അതിന് അവർക്ക് ഒത്താശ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി BJP സംഘപരിവാറിനോട് കടപ്പെട്ടിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം.